ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 88. പദം തേ കീർത്തീനാം പ്രപദമപദം ദേവി വിപദാം കഥം നീതം സദ്ഭിഃ കഠിനകമഠീകർപ്പരതുലാം കഥം വാ ബാഹുഭ്യാം ഉപയമനകാലേ പുരഭിദാ യദാദായന്യസ്തം ദൃശതി ദയമാനേന മനസാ. ശ്രീ മഹാദേവിയുടെ തൃപ്പാദത്തിൻ്റെ പുറവടിവിനെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. അല്ലയോ മഹാദേവി, അവിടുത്തെ പാദകമലം അഭയമായി കണ്ടവർക്ക് നിന്തിരുവടി നൽകിയ രക്ഷ വിശ്വം മുഴുവൻ കീർത്തിയേറുന്നതാണ്. അവിടുത്തെ പാദകമലങ്ങൾ ഭക്തന്മാരെ സർവപാപത്തിൽ നിന്നും രക്ഷയേകുന്നതുമാണ്. അങ്ങനെയിരിക്കെ ഇത്രയും ലോലമായ മൃദുലമായ നിന്തിരുവടിയുടെ പാദകമലം എന്തിനാണ് കവികൾ കഠിനമേറിയ ആമയുടെ പുറംതോടിനോട് സാമ്യപ്പെടുത്തിയത്? അത് തെറ്റല്ലേ എന്ന് സംശയം, സന്ദേഹം, ഇഷ്ടക്കേട് ഒക്കെ തോന്നുകയാണ് കവിക്ക്. വേദവിധിപ്രകാരമുള്ള വിവാഹ സമയത്ത് ശ്രീ പരമേശ്വരനാൽ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ ശിലമേൽ എടുത്തു വച്ചില്ലേ? ഇത്രയും മൃദുവായ ആ പാദപത്മങ്ങൾ എങ്ങനെ കഠിനമായ ശിലയുടെ മുകളിൽ എടുത്തു വയ്ക്കാൻ മഹാദേവന് കഴിഞ്ഞു? അതും ദയവുള്ള മനസ്സുള്ള ആർക്കും സഹിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. പദം തേ കീർത്തീനാം പ്രപദമപദം ദേവി വിപദാം കഥം നീതം സദ്ഭിഃ കഠിനകമഠീകർപ്പരതുലാം കഥം വാ ബാഹുഭ്യാം ഉപയമനകാലേ പുരഭിദാ യദാദായന്യസ്തം ദൃശതി ദയമാനേന മനസാ. ശ്ലോകം 89. നഖൈർനാകസ്ത്രീണാം കരകമലസങ്കോചശശിഭിഃ തരൂണാം ദിവ്യാനാം ഹസത ഇവ തേ ചണ്ഡിചരണൗ ഫലാനി സ്വസ്തേഭ്യഃ കിസലയകരാഗ്രേണ ദദതാം ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയമനിശമൻഹായ ദദതൗ. ദേവിയുടെ പാദകമലങ്ങളുടെ വർണ്ണനയാണ് വീണ്ടും. ശ്രീ മഹാദേവി ശക്തിസ്വരൂപിണിയായ അവിടുന്ന് ദേവന്മാർക്ക് വേണ്ടി ശുംഭനിശുംഭന്മാരെ നിഗ്രഹിച്ചില്ലേ? അവിടുത്തെ പാദം അഭയമായി കണ്ട ദരിദ്രന്മാർക്ക് സർവൈശ്വര്യങ്ങളും അതിവേഗം ദാനം ചെയ്തില്ലേ? അങ്ങനെയുള്ള നിന്തിരുവടി, അങ്ങനെയുള്ള അവിടുത്തെ പാദപത്മങ്ങളിലെ ചന്ദ്രരൂപങ്ങളായ നഖങ്ങളെ കണ്ടു കൊതിച്ചിട്ട് നിന്തിരുവടിയുടെ പാദം തൊട്ട് നമിക്കുന്ന ദേവസ്ത്രീകളുടെ കരങ്ങളാകുന്ന താമര കൂമ്പിപ്പോകുന്നു എന്ന് പറയുന്നു. ഇത് സ്വർഗത്തിലുള്ളവർക്ക് മാത്രം സകല ഫലങ്ങളും നൽകുന്ന കൽപ്പകവൃക്ഷത്തെ അപഹസിക്കുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു. അതായത് ദേവീ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദേവസ്ത്രീകൾ തൻ്റെ കരങ്ങളെ കൂപ്പി തൊഴുന്നു. ഏവർക്കും സർവൈശ്വര്യവും നൽകുന്ന നിന്തിരുവടിയുടെ ചരണകമലങ്ങൾ കണ്ട് കൂപ്പിത്തൊഴുന്ന ദേവസ്ത്രീകളെ കണ്ടിട്ട് ദേവന്മാർക്കു മാത്രം സൽഫലം നൽകുന്ന കൽപ്പകവൃക്ഷങ്ങളെ അമ്മയുടെ പാദനഖകാന്തി അപഹസിക്കുന്നുവോ എന്ന് പറയുകയാണ്. നഖൈർനാകസ്ത്രീണാം കരകമലസങ്കോചശശിഭിഃ തരൂണാം ദിവ്യാനാം ഹസത ഇവ തേ ചണ്ഡിചരണൗ ഫലാനി സ്വസ്തേഭ്യഃ കിസലയകരാഗ്രേണ ദദതാം
ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയമനിശമൻഹായ ദദതൗ. ശ്ലോകം 90. ദദാനേ ദീനേഭ്യഃ ശ്രിയമനിശമാശാനുസദൃശീം അമന്ദം സൗന്ദര്യപ്രകരമകരന്ദം വികിരതി. തവാസ്മിൻ മന്ദാരസ്തബകസുഭഗേ യാതു ചരണേ നിമജ്ജന്മജ്ജീവഃ കരചരണഷട്ചരണതാം. നിന്തിരുവടിയുടെ പാതാരവിന്ദത്തിൽ തൻ്റെ അന്തരംഗം നിരന്തരം ഭ്രമിക്കട്ടെ എന്ന് പറയുകയാണ് കവി ഈ ശ്ലോകത്തിലൂടെ. അല്ലയോ മഹാദേവി, ദരിദ്രന്മാരായവർക്ക് തൻ്റെ ഇച്ഛ പോലെ സർവാഭീഷ്ടങ്ങളെയും സദാ അവിടുന്ന് ദാനം ചെയ്യുന്നു. ഈ ചരണാരവിന്ദങ്ങളിൽ നിന്നും സദാ പൂന്തേൻ പെരുകി ഒഴുകുകയാണ്. നിന്തിരുവടി അവിടുത്തെ ചരണങ്ങൾ കൽപ്പകവൃക്ഷ പൂങ്കുല പോലെ മനോഹരവുമാണ്. അതുകൊണ്ട് നിന്തിരുവടി അവിടുത്തെ പാദത്തോട് എൻ്റെ മനസ്സ് ചേർത്ത് വെച്ച് 6 ഇന്ദ്രിയങ്ങളാകുന്ന 6 ചരണങ്ങളാൽ എൻ്റെ ജീവൻ ഈ പൂന്തേൻ നിറഞ്ഞൊഴുകുന്ന പാതാരവിന്ദങ്ങളിൽ മുങ്ങിയിട്ട് 6 ചരണങ്ങളുള്ള വണ്ടായി തീരട്ടെ എന്ന് പറയുകയാണ്. നിന്തിരുവടിയുടെ ചരണം തേൻ നിറഞ്ഞൊഴുകുന്ന പൂങ്കുല പോലെയാണ്. അത് വണ്ടിന് വാസയോഗ്യവുമാണ്. അതുകൊണ്ട് 6 ഇന്ദ്രിയങ്ങളാകുന്ന ചരണങ്ങളുള്ള ഞാനും നിന്തിരുവടി അവിടുത്തെ പാദത്തിൽ നിവസിക്കാൻ അർഹനാണ്. ഞാനും അവിടുത്തെ പാദമകരന്ദത്തിൽ മുങ്ങി അത്യന്തം മുഴുകി ജീവിക്കട്ടെ എന്ന് കവി ആഗ്രഹിക്കുന്നു. അതായത് സദാ തൻ്റെ സർവേന്ദ്രിയങ്ങളും അമ്മയുടെ തൃപ്പാദങ്ങളെ മാത്രം ചിന്തിച്ച് അതിൽ മാത്രം മുഴുകി ധ്യാനിച്ച് പരമാനന്ദമാകുന്ന തേൻ നുകർന്ന് ജീവിക്കാൻ ഇട നൽകണേ എന്ന് ആശിക്കുകയാണ് കവി. ദദാനേ ദീനേഭ്യഃ ശ്രിയമനിശമാശാനുസദൃശീം അമന്ദം സൗന്ദര്യപ്രകരമകരന്ദം വികിരതി. തവാസ്മിൻ മന്ദാരസ്തബകസുഭഗേ യാതു ചരണേ നിമജ്ജന്മജ്ജീവഃ കരണചരണഷട്ചരണതാം. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.